ஹலோ guys, வெல்கம் டு பசங்க ரியாக்ஷன். ஸோ நம்ம கமெண்ட் செக்ஷனில் வந்து நிறைய கமெண்ட்ஸ் வந்துகிட்டே இருக்குது. ஏன்னா வந்து 2 படம் ஓடிடி ரிலீஸ் ஆகிருக்கு. எஸ், ஸோ அடுத்த நாளே பார்க்கணுன்றீங்க. ஒரு வாரம் கழிச்சு தான் பார்ப்போம். ஒரு மீம் ஒன்று இருக்கு கூட, ஸ்ட்ரைட்டாக இங்கே தான் வருவீங்க போல் அப்படின்னு. ஓடிடி ரிலீஸ் ஆன ஒன்றையும் ஸோ அந்த மாதிரி ஸ்ட்ரைட்டாக வந்துட்டாங்க இங்கே. ஸோ அதில் ஒரு படம் தான் நம்ம இன்றைக்கி வந்து பார்க்க போகிறோம். ஸோ பார்த்துருக்கீங்க. ஆமாம், அதுவும் இல்லாமல் நம்ம ஃபன்னி மூவி பார்த்து ரொம்ப நாள் ஆச்சு மாதிரி எனக்கு ஃபீல் ஆகுது. ஃபன்னி மூவினா சொன்னாங்க அப்படிதான் காமெடி சொல்கிறாங்க. ஏன்னா நல்ல காமெடி என்ஜாய் பண்ணி ரொம்ப நாள் ஆகுது. ஸோ அதனால் இந்த படத்தை பார்க்கலாம் அப்படின்னு பிளான் பண்ணியிருக்கோம். ஸோ இனி நம்ம பார்க்க போகிற மூவி என்ன பார்த்தீங்கன்னா படக்காலம் பேட்டில் ஃபீல்டு. இந்த படத்தை யார் டைரக்ட் பண்ணியிருக்கோம் பார்த்தீங்கன்னா மனு ஸ்வராஜ். ரிட்டன் பையோ மனு ஸ்வராஜ் அண்ட் நிதின் சி பாபு. ஸோ இந்த படத்தில் கேஸ்டிங் யார் பார்த்தீங்கன்னா சந்தீப் பிரதீப், சூரஜ் வெஞ்சரமூடு, அப்புறம் வந்து ஷரஃபுதீன். ஸோ இந்த படம் ஒரு டிசி வைப் அடிக்குது இல்லையா? ஜோக் எல்லாருமே ஜோக்கர்ரா. சந்தீப் பிரதீப் வந்து ஃபேலிமில பெசிலுக்கு தம்பியா வருவாரு. ஆமாடா பயப்பிடிச்சிட்டான். எல்லாம் டெக்னாலஜி. ஓகே, ஸோ வந்து இந்த படம் இட் ஸ்டாண்ட்ஸ் என்ன ரகன்ற மலையாளம் லாங்குவேஜ் ஃபேண்டசி காமெடியா ரைட்டு. இவர் ராஜேஷ் இவர் வந்து நிறைய படம் பண்ணியிருக்காரா. மியூசிக் டைரக்டரு நேரம், ஆக்ஷன் ஹீரோ பிஜு, பிரேமம் சாங்ஸ்லாம் ஏன்னா இவர் பற்றி இவர் சொல்லியிருப்பார் கார்த்திக் சுப்ராஜ். பயங்கரமான ஒரு மியூசிக் டைரக்டர். ஏன்னா ஷார்ட் ஃபிலிம்ஸ் மியூசிக் போட்டுற நினைக்கிறேன். ஸோ ஓகே, ஸோ இதான் இந்த படத்தில் கேஸ்டிங் ஹண்ட்ரே எல்லாமே. ஸோ அதுக்கப்புறம் நம்ம பேட்டில் ஃபீல்டுக்கு போகலாம். മന്ത്രവും മായാജാലവും സാധാരണമായിരുന്നൊരു കാലത്ത് വിജയനഗരമായിരുന്ന ആദിത്യ മഹാരാജാവ് തന്റെ വിനോദത്തിനായി വസ്തു നിർമ്മിച്ചു. നിരന്തരമായി ആ വസ്തു ഉപയോഗിച്ചിരുന്ന രാജാവ് അതിന്റെ സാധ്യത വിനോദത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ലോകത്തെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരു ശക്തിയാണ് തന്റെ പക്കലുള്ളത് എന്ന് തിരിച്ചറിയുന്ന രാജാവ് അതിന്റെ സാന്നിധ്യം ഒരു രഹസ്യമായി സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് സാധിക്കുന്നില്ല. ആദിത്യ രാജാവിന്റെ പക്കലുള്ള ഈ വസ്തുവിനെ കുറിച്ചറിഞ്ഞ് പടയുമായി എത്തിയത് ടിപ്പു സുൽത്താനാണ്. രാജാവിനെ കപടതന്ത്രങ്ങളാൽ കീഴ്പ്പെടുത്തുന്ന ടിപ്പു താൻ തേടി വന്നത് സ്വന്തമാക്കുന്നു. ലോകം കീഴടക്കാനായി പുറപ്പെട്ട ടിപ്പു തന്റെ പടയോട്ടത്തിലെ സുപ്രധാന ആയുധമായി ആ വസ്തുവിനെ മാറ്റുന്നു. തിരുവിതാംകൂറിലെ കാർത്തിക തിരുനാൾ രാജാവിനെ കാണുന്നത് വരെ മഹാമന്ത്രവാദിയായ കരിങ്കുട്ടിയുടെ സഹായത്തോടെ രാജാവ് ടിപ്പുവിനെ തോൽപ്പിക്കുന്നു. ടിപ്പുവിന്റെ പക്കലുണ്ടായിരുന്ന ആ വസ്തു കാർത്തിക തിരുനാൾ രാജാവിലേക്ക് വന്നു ചേരുന്നു. ആ വസ്തുവിൽ ഒതുങ്ങിയിരിക്കുന്ന അപകടം രാജാവ് തിരിച്ചറിയുന്നു. ആ ശക്തിയുടെ ദുരുപയോഗം തടയാൻ രാജാവ് യുദ്ധം ജയിച്ച സ്ഥലത്ത് അതിനെ മറവ് ചെയ്ത് യഥാസ്ഥാനം താളിയോലകളിൽ രേഖപ്പെടുത്തി രഹസ്യമായി വെക്കുന്നു. തുടർന്ന് വരുന്ന നൂറ്റാണ്ടുകളിൽ ആ വസ്തുവിന്റെ സാന്നിധ്യം ആരാലും അറിയാതെ പോകുന്നു. അതിന്റെ ചരിത്രം ആ രാജപരമ്പരകളിലെ ഒരു കെട്ടുകഥയായി മാറുന്നു. എന്നാൽ പല തലമുറകൾക്കിപ്പുറം കെട്ടുകഥയിലെ ചരിത്രം മനസ്സിലാക്കിയ ഒരാൾ അതിന്റെ സത്യം തേടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജാവ് യുദ്ധം ജയിച്ച സ്ഥലത്തേക്ക് എത്തുന്നു. வீஜா மட்டும் தெரியுது. மழை தெரியுங்களா? ഒരു ടൈം മെഷീൻ കിട്ടും. എന്തിനായിരുന്നു? ഒരു ടീഷർട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്തേ. ഒരു ദിവസം മുന്നേ ഓർഡർ ചെയ്തായിരുന്നെങ്കിൽ ഇന്നലെ ഡെലിവർ ആയിരുന്നു. എടാ നീ സൂര്യയുടെ മറ്റേ 24 വാച്ച് ഓർഡർ ചെയ്യടാ. നമ്മളൊക്കെ അങ്ങനെ ചെയ്യാറേ. ഇരുന്ന് വരക്കടാ അങ്ങോട്ട് അവന്റെ ടൈമിലുള്ള കോമഡിക്കാരായിട്ട് സീരിയസ് ആണ് വേണ്ടത്. എടാ മറ്റേ പറയല്ലേ, എടാ മറ്റേ സൂപ്പർമാൻ വിളിച്ച് ഭൂമി തിരിച്ചിറക്കുക, അങ്ങനെ ടൈം ട്രാവൽ ചെയ്യും. എന്തേ പഴയപോലെ കേൾക്കണില്ലല്ലേ? தூக்கி போட்டாரு. பேசிட்டு இருப்பாங்க. അതായത് അവൾ NIT ഡാൻസ് കോമ്പറ്റീഷന് പോയേക്കുമായിരുന്നല്ലോ. അപ്പം 2 ആഴ്ച നമുക്ക് സംസാരിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നതിൻ്റെ ഒരു ഗിഫ്റ്റ്. ഡ്യൂപ്ലിക്കേറ്റ്. ഈ തൊടലല്ല, തൊടലല്ല, സൈക്കിൾ ചെയിനാണ്. എന്തിന്?
അത് ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിങ്ങിന്റെ ഒരു ഓർമ്മയ്ക്കായി. ഓ ഗുഡ് ഗുഡ്. അല്ല അത് സൈക്കിൾ ചെയിനും തമ്മിൽ എന്താണ് ബന്ധം? അതന്നെ. അത് അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ അവള് ഭയങ്കര സുന്ദരിയായിരുന്നു. ഇപ്പോഴും സുന്ദരിയാണ്. അപ്പൊ അന്ന് ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് വന്ന വഴി അവളെ സൈക്കിൾ ഇടിച്ച്. അപ്പം അപ്പൊ നീ ഓടിപ്പോയി അവളെ എടുത്ത് പൊക്കി കണ്ണും കണ്ടും ലോക്കായി നിങ്ങൾ തമ്മിൽ പ്രണയായില്ലേ? അതല്ല, ഞാനടിച്ച് എൻ്റെ സൈക്കിൾ അടിച്ച്. അപ്പം അത് കഴിഞ്ഞിട്ട് അവള് ഹോസ്പിറ്റലായിരുന്നു. അപ്പം ഞാനാണ് 2 ആഴ്ച നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിരുന്നത്. അങ്ങനെ പയ്യെ സെറ്റായി. ഹായ്, ഇതൊന്നും കാണാനും കൂടെ ഉള്ള ത്രാണി എനിക്കില്ല. അപ്പൊ ക്രീം ബണ്ണോ? ചേട്ടാ ക്രീം ബൺ പൊതിഞ്ഞെടുത്തോ? ഇതിനിറങ്ങൊക്കെ നിർത്തിയിട്ട് വല്ല പടം പിടിച്ചാലോന്ന് ആലോചിക്കണം, ശക്തിമാനൊക്കെ വെച്ചിട്ട്. അതാണ് എന്റെ കരിയറിന് തോന്നണ്ട. അതാവുമ്പോ നിന്റെ ഒന്നും മോന്ത ഡെയിലി കാണണ്ടല്ലോടാ. എങ്ങനെയുണ്ട്? ശക്തിമാൻ നിർത്തിയടാ, പുള്ളി പോയി, വയസ്സായ പുള്ളിക്ക്. മിന്നൽ മുരളിയൊക്കെ പുള്ളി വലിയ ആളായി. ബസ് ഇത് ഒരു വീഡിയോ മാറ്റിക്കില്ല ടെസ്റ്റാ പറ്റിയാ. ഇവിടെ നമ്മുടെ പ്രായത്തിലുള്ള പിള്ളേരവിടെ കുടിയും പിടിച്ച് സമരം ചെയ്തോണ്ടിരിക്കേണ്ടതല്ല ശക്തിമാനും മിന്നൽ മുരളി. അല്ല ഈ സമരമേ കോളേജിലെ 4-5 ഊള പിള്ളേർ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ശക്തിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചില്ലേ? എന്താടാ ബ്രേക്കപ്പ് ആണോ? ഇല്ല, ഷാവു. ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? നീ ആദ്യം സംസാരിച്ചിരുന്നത് നീയല്ല. ഇപ്പൊ എന്താ ഇങ്ങനെ? എടാ ജീവിക, ഇന്ന് സ്ട്രൈക്കാണ്. കപ്പിന് ട്രീറ്റ് നമുക്ക് ഇന്നലെ പ്ലാൻ ചെയ്തോലോ. നീ കാണുമല്ലോ അല്ലേ, വെറുതെ പറ്റിക്കരുത്. ഞാൻ നോക്കാം. നോക്കാമോ? നീല്ലാതെ എന്താഘോഷം? ഞാൻ വരാം. നീ ബാംഗ്ലൂർ വെച്ച് അടിക്കടി വിളിച്ച് ചേച്ചി വഴി കണ്ടുപിടിച്ച പോലെ ഉണ്ടെങ്കിൽ അല്ലല്ല, ഞാൻ കുറ്റിയാൻ വരാട്ടോ, വണ്ടിയെല്ലാം റെഡിയാണോ? എടാ ഞങ്ങളൊന്ന് പേഴ്സണലായിട്ട് സംസാരിച്ചോട്ടെ പ്ലീസ്. നിന്റെ കാമുകിയോട് ഇവിടെ തനിച്ച് സംസാരിക്കാൻ എന്നെ പെർമിഷൻ ആണോ? അത് കൊള്ളാം. ജീവിക, പെട്ടെന്നങ്ങ് പോര്. എടി എന്താ നടക്കുന്നത് ഇവിടെ? എടാ, നിന്നെ കാണാതിരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ നിനക്ക് അഡ്മിഷൻ കിട്ടിയ അതേ കോളേജിൽ നിൻ്റെ അതേ ബ്രാഞ്ചിൽ ജോയിൻ ചെയ്തത്. അതിന് എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയും. അതേ എനിക്കാണ് 10 ദിവസം നിന്നെ കാണാതിരുന്നിട്ടും ഒന്നും തോന്നാത്തത്. ദാറ്റ് മീൻസ് there's something wrong. എടാ നമുക്ക് വേറെ ആരെങ്കിലും? എനിക്കറിയില്ല, അവള് കാരണമൊന്നും തെളിച്ച് പറഞ്ഞിട്ടില്ല. എടാ ഉള്ളത് പറയാലോ, കാരണം ഇപ്പൊ നീ ആവാൻ സാധ്യതയുണ്ട്. ഞാനാ? നീ തന്നെ. അവളാണെങ്കിൽ ഏത് സമയം അവളുടെ കൂട്ടുകാരപ്പം ട്രിപ്പൊക്കെ പോകണമായിരുന്നു. നീ ആണെങ്കിൽ ഈ മൂലയ്ക്ക് ഒതുങ്ങിക്കൂടി ഇരിക്കുന്ന ചേരൂല്ലടാ. എടാ ഒന്നുമല്ല, നീ നോക്ക്, അവളിരിക്കുന്ന അവിടെയും ഞാൻ ഇരിക്കുന്ന ഇവിടെയും ഈ ഡിസ്റ്റൻസ് ആണ് പ്രശ്നം. എടാ ഇപ്പത്തുള്ള ഈ അവസ്ഥ മാറണമെങ്കിണ്ടല്ല, ഇത് ബ്രേക്കപ്പാന്ന് നീ അംഗീകരിക്കണം. അവളെ വിടു നീ പറയണ പോലെ അത്ര എളുപ്പമല്ല അത്. എടാ നോക്കി, നീ ഇപ്പോൾ ഉടനെ ജർമ്മനിക്ക് പോയില്ലേ? അതിനിടയ്ക്ക് എന്തിനാണ് ജീവിക്കാൻ ഇല്ലാത്ത കോംപ്ലിക്കേഷൻസ് ഒക്കെ? അതാ പറയണത്, പെട്ടെന്ന് തീർക്ക്. ശരി, ഞാൻ ഇപ്പം എന്താ വേണ്ടേ? ഒരു ഐഡിയ ഉണ്ട്, നടക്കില്ലെന്ന് അറിയത്തില്ല. നീ ഒരു പേപ്പർ എടുക്കും, അതിൽ നീ അവളെ പറ്റി തോന്നുന്ന എല്ലാം എഴുതുക. തെറിയാണെങ്കിൽ അതും എഴുതിക്കും. നിന്റെ വിഷമം എല്ലാം എഴുതി തീർന്നു മനസ്സിലാകുമ്പോൾ ആ പേപ്പറിന് തീ അത് കത്തിച്ചാമ്പലാവും, സമാധാനം കിട്ടത്തില്ല. കൊള്ളാടാ, സൂപ്പർ ഐഡിയ. താങ്ക് യു. കുറെ ഹിന്ദി പടം കണ്ടു. എടാ ഒരു പേപ്പർ തരാമോ? സാറേ ഇന്ന് സമരമാണ്. സമരം വരട്ടെ, നാശം പിടിക്കാനായിട്ട്. So today we are learning about parabolic. ആരാടാ എറിഞ്ഞേ? ഇതാരാ ചുരുട്ടി എറിഞ്ഞേന്ന്? നിന്റെയൊക്കെ വീടുകൾ കാണിക്കുന്ന പരിപാടിയാണോ ക്ലാസ് റൂമിൽ ഒരു അധ്യാപകനോട് കാണിക്കുന്നത്? കളിയാക്കുന്നാടാ നീയൊക്കെ. എന്തുവാടത്? എന്തല്ലാന്ന്? നിനക്കൊക്കെ അഹങ്കാരമാണ്. ഒരുത്തൻ പഠിപ്പിച്ചോണ്ട് ഇവിടെ നിൽക്കുമ്പോ ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് താൻ എന്താടാ ഉണ്ടാക്കുന്നത്? സാർ ഒരു അത്യാവശ്യത്തിനായിരുന്നു. എന്ത് അത്യാവശ്യം? അവന്റെ പുതിയ കാർട്ടൂൺ ഇറങ്ങിക്കാണ് സാറേ. ആരാടാ കമന്റ് അടിച്ചത്? ഞാനിത് വായിച്ചിട്ട് തന്റെ അത്യാവശ്യം തരാം. പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ ക്യാമ്പസിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇവിടെ ഒരാൾ നിൽക്കുന്ന കണ്ടില്ലേ? സമരമല്ല സാറേ. അതിന് ഒരു മിനിമം മര്യാദ കാണിക്കടോ. സാറേ വെറുതെ അലമ്പാക്കരുത്. തനിക്ക് എന്തെങ്കിലും ഇവിടെ സംസാരിക്കണമെങ്കിൽ മര്യാദയ്ക്ക് എന്റെ പെർമിഷൻ എടുക്കണം, മനസ്സിലായോ? നിങ്ങളോടത്തൊക്കെ മര്യാദ സംസാരിച്ചിട്ടാണ് വിദ്യാർത്ഥി സമൂഹം ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാറേ നിങ്ങളുടെ ബ്രാഞ്ചിൽ നിങ്ങൾ തെരഞ്ഞെടുത്ത എച്ച്ഒഡിയുടെ യോഗ്യതയുടെ പേരിലാണ് ഈ സമരം. മനുഷ്യന്മാരെ പോലെ സംസാരിക്കണോ? സാറേ വീട്ടിൽ പെണ്ണുമ്പിള്ളായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ ഇവിടെ പിള്ളേരുടെ നെഞ്ചത്തോട് തീർക്കരുത്. വീട്ടുകാരെ പറയുന്നു, ഇറങ്ങിപ്പോടാ. ഹലോ
അകത്തോട്ട് വരല്ലേ? സമരം വിളിക്കാം. സാറേ പിള്ളേര് സമരം വിളിച്ചിട്ട് അങ്ങ് പോവില്ലേ? ക്ലാസ് മുറിയിൽ തോന്നിയാസം കാണിച്ചിട്ടാണോ സമരം വിളിക്കുന്നത്? പിന്നെ നമ്മൾ പറയുമ്പോൾ സമരം വിളിക്കാൻ പറ്റുമോ? ഇവന്മാര് പുറത്തിറങ്ങിയാലേ മൂക്ക് വെച്ച് ഒഴിച്ചിട്ടുണ്ടാ പിള്ളേരായ പ്രതികരിക്കും. തെറ്റ് കണ്ട പ്രതികരിച്ചോട്ടെ, അത് പുറത്തിറങ്ങിയാലും ചെയ്യട്ടെ. നിങ്ങളുടെ ബ്രാഞ്ചിൽ HOD, അതായത് നിങ്ങളുടെയൊക്കെ സർട്ടിഫിക്കറ്റ് ഒപ്പിടേണ്ട അതേ ആളുടെ പേരിൽ തന്നെയാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്. അതുകൊണ്ട് മറ്റാരേക്കാളും നിങ്ങൾ ഈ സമരത്തിൽ സഹകരിക്കണം, ക്ലാസ് ബഹിഷ്കരിക്കണം. காலை நிமிஷத்தில் பிச்சை எடுக்கிறாங்க. காலை நிமிஷத்தில் பிச்சை எடுக்கிறாங்க. എന്ത് പറ്റി സാറേ മൂക്കില്? നശിച്ച പിള്ളേര് അടിച്ചു ഊർത്തി. இப்படிதான் சம்பவம் நடந்துச்சு. ബാക്കിയുള്ള സാറന്മാരെ പോലെ പിള്ളേരെ ചാക്കിടാൻ നമുക്കറിയില്ല. பேப்பர் பதில் புக்கே மாட்டிச்சு. പറയുന്നോണ്ടെന്ന് തോന്നരുത്. സാറിനല്ലെങ്കിലും പിള്ളേരോട് ഒരല്പം ചായവ് കൂടുതലല്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഡിപ്പാർട്ട്മെന്റിലുള്ള നമ്മളെ പ്രശ്നങ്ങൾ നമുക്ക് മുകളിലുള്ള HOD മാറ്റാനാണ് പിള്ളേർ ഈ മുറവിളി കൂട്ടുന്നത്. അതിന് ചിലരൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് നോക്കിയിട്ട് HOD സാറ് വരുന്നില്ലേ? അല്ല, എക്സ്പീരിയൻസ് ഉള്ള നിങ്ങൾ പോയിട്ട് വാ. ഫുള്ളാக எழுதி முடிச்சானு தெரியல. സാർ ഇയാൾ ഇതിനകത്ത് നിന്ന് സ്ഥാനമാറ്റം ചെയ്യാതെ ഒരു രീതിയിൽ ഞങ്ങൾ സഹകരിക്കാൻ പോകുന്നില്ല. മാറ്റില്ല എന്ന് പറഞ്ഞില്ല, പക്ഷെ അയാൾക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് ഇതിലൊരു തീരുമാനം ഉണ്ടാവുന്ന നമ്മൾ ആരും ഇവിടുന്ന് മാറാൻ പോകുന്നില്ല. ചൂടാവല്ലടാ പ്രവീണേ, കാര്യങ്ങൾ സമാധാനമായിട്ട് പറയാം. സാർ ഇയാളെ സർട്ടിഫിക്കറ്റ് വ്യാജാണെന്ന് കണ്ടാൽ അറിഞ്ഞൂടെ? സാറേ പിള്ളേർ പറയുന്നതിലും കാര്യമുണ്ട് കേട്ടോ. ജെഡിയാവ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ സമാധാനമായിട്ട് പറ. സാറെ കൂടുതലൊന്നും സംസാരിക്കാനില്ല. ആ രാഘവൻ സാറിനെ എത്രയും പെട്ടെന്ന് ഡിസ്മിസ് ചെയ്യണം. ഡിസ്മിസ് ചെയ്യാൻ എന്താണ്? അതിനൊക്കെ തീരുമാനം എടുക്കാൻ കുറച്ച് സമയം വേണം. ഈ സമയം കാര്യമൊക്കെ നോക്കിയിട്ട് തന്നെയാണല്ലോ രാഘവൻ സാറിനെ HOD ആക്കിയത്. അതെ, തോന്നിയ പോലെ ഒരാളെ കൊണ്ടൊന്നും ഇവിടെ നിയമിക്കാനൊന്നും പറ്റില്ല. അതിന് അർഹിച്ച ഒരാൾ തന്നെ വേണം. അത് രഞ്ജിത്ത് സാറാണ്, ആളെ തന്നെ നിയമിക്കണം. അത് നടക്കില്ല. എക്സ്പീരിയൻസ് കൊണ്ട് HOD ആവേണ്ടത് ഷാജി സാറാ. ആ ബെസ്റ്റ്. അതിന് എക്സ്പീരിയൻസ് മാത്രം പോരാ, യോഗ്യത കൂടെ വേണം. അതെ, ആരെ നിയമിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളൂ. സാർ അത് പറ്റില്ല സാറേ, നീ വിളിക്കടാ. സാറേ ഈ സമയത്ത് എന്തുകൊണ്ട് ഇവിടെ HOD ആവാൻ യോഗ്യൻ അത് ഷാജി സാറാണ്. കൺഗ്രാറ്റ്സ് ഷാജി സാർ. ഓക്കെ, ഹാപ്പി ഹാപ്പി ഹാപ്പി. டீச்சர்ஸ் தான் போய் போகணும். எல்லா ரோல்ஸுமே சஸ்பீஷியஸாக தான் இருக்கும்ல. வச்சு பண்ண போறாரு. அதுக்கு சொல்லுவாங்க இதுக்காக தான் படைக்கப்பட்டு. கடைசி ஆர்டிஃபேக்ட் தாயப்பா சொல்லலான்னு டைம் டிராவல் பண்ணலாமா தெரியல. கவுடமணி செந்தில பத்தில அது வேறு பிச்சு கொண்டு வந்துடும். ഞാനിങ്ങനെ പിടിക്കില്ല. ഇയാളല്ലേ പഠിച്ചേ? ഇയാളല്ലെന്ന് പറയുന്നത്. அவங்க பிளட்டு தேவையா? ஆட்டோமேட்டிக்காக ஒரு ஆகிடுவாங்களா? திருடிடுவோம் போலியே. ടൈമിംഗ് തെറ്റാണ്ട, ടൈമിംഗ് തെറ്റാണ്ട. ഞാൻ പറഞ്ഞ ടൈമിംഗ് തെറ്റും. എന്തുവാടാ ഇത്? കുറെ നേരം അനുഭവം തുടങ്ങിയിട്ട് എന്ത് പ്രശ്നം? രഞ്ജിത്ത് സാറ് പ്രിൻസിപ്പൽ സാറിനെ തലാണ് ഞാൻ കണ്ട്. പിന്നെ എടാ രഞ്ജിത്ത് സാറല്ല ഷാജി സാർ. എടാ അല്ലടാ രഞ്ജിത്ത് സാറാടാ. പുള്ളിക്ക് എന്താ കൂടോത്രം വശമുണ്ട് കേട്ടാ. കൂടോത്രോ? ആ പെണ്ണും പോയി കിളിയും പോയി. അങ്ങനെയാണ് നീ പറ. ഷാജി സാറിന് പെട്ടെന്ന് അങ്ങ് വട്ടളകിയ. എടാ അങ്ങനെയല്ലടാ, മനുഷ്യന്റെ മനസ്സിന്റെ കാര്യമില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവൂലേ? ഇവന്റെ അച്ഛന്റെ പോലെ. അല്ല
പ്രേമനരേശം ബ്രേക്കപ്പ് ആയപ്പോൾ പിന്നെ പുള്ളി. അപ്പോൾ HOD എൻ്റെ സന്തോഷത്തിൽ ഷാജി സാറിന് ചുമ്മാ അങ്ങ് വട്ടിളക്കി അല്ലേ? ശരി, പക്ഷെ അപ്പോഴും രഞ്ജിത്ത് സാറിൽ എന്താടാ ചെയ്ത്? പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്നറിയാം, പക്ഷെ വിശ്വസിക്കണം. വിശ്വസിക്കോടാ. രഞ്ജിത്ത് സാറ് എങ്ങനെയോ ഷാജി സാറിൻ്റെ ബോഡി കൺട്രോൾ ചെയ്തു. അടിപൊളി. എടാ ഇത് രഞ്ജിത്ത് സാറാണ്, ദിഗംബരനല്ല. നീ ആദ്യം പോയിന്ന് കിടന്ന് ഉറങ്ങ്, ഞങ്ങളെ ഫ്ലിപ്പാക്കാതെ. ഞാൻ കണ്ടത് കണ്ട് ഓജാവോടോ മറ്റേ ജുമാൻജി ബോഡി കൺട്രോൾ ചെയ്ത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ജുമാൻജിയ എടാ, ഇവനീ പറഞ്ഞാലും നമ്മളങ്ങനെ തള്ളിക്കളയണം. എനിക്ക് രഞ്ജിത്ത് സാറിനെ നേരത്തെ പോലെ ഡൗട്ടുള്ള. എന്ത് കാര്യത്തിന്? എടാ, നമ്മുടെ മെൽവിൻ സാറും മരിച്ചതിന്റെ വേക്കൻസിയിലല്ലേ പുള്ളി ഒന്ന് ജോയിൻ ചെയ്തേ? അതിന് എടാ, മെൽവിൻ സാർ അങ്ങനെ മരിച്ചവന്റെ വിദൂര സാഹചര്യത്തിലല്ലേ? നിഗൂഢ ദുരൂഹ. അതും ആ സമയത്ത് ഭയങ്കര കേസൊക്കെ ആയിട്ട് പെട്ടെന്ന് അങ്ങ് തേഞ്ഞു പോയി. എന്താ കാര്യം? അയ്യോ, ആലോചിക്ക്. എടാ, എന്നും പറഞ്ഞ് ഇന്ത്യക്ക് ഊഹത്തിന്റെ പുറകെ നമുക്ക് സമയമുണ്ടോ? ഒന്ന് ആലോചിച്ച് സമയമുണ്ടോ? അതിന് സമയം കളയാനായിട്ട് നമുക്ക് ആർക്കിപ്പം കാമുകിമാരൊന്നും ഇല്ല. അപ്പൊ ഇതില് സമയം എടാ, ഞാൻ HOD ആണ് സാറേ, എനിക്ക് ഭ്രാന്തില്ലാന്ന് ഞങ്ങൾ കണ്ടായിരുന്നു. HOD ആയെന്നും പറഞ്ഞ് ഇങ്ങനെ വട്ടാവൂ. നമുക്ക് ഇവൻ പറയണതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോന്നൊന്ന് അന്വേഷിച്ച് നോക്കാം. എന്ത്? എടാ, സ്കിബിഡി കബഡിയാ മലയാളത്തിൽ പറഞ്ഞ കുരിപ്പേ. എടാ, നികുണ്ടതയില്ലേ ആ സാധനം? സ്വന്തമായിട്ടൊരു പൊളപ്പം താറുള്ള ആളാ. എന്നാലും ആഴ്ച 3 ദിവസം കോളേജ് ബസ്സിലേ വരത്തുള്ളൂ പിള്ളേർ കൂട്ടിരിക്കാൻ. എന്തോ അടങ്ങിയത്. ഇയാളെ ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴേ അത്ര ഓറല്ല. ലോഗോ ഇനോഗ്രേറ്റ് ചെയ്യാനായി ലോഗോ ഡിസൈൻ ചെയ്ത രഞ്ജിത്ത് സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ട്രയാങ്കിൾ കണ്ണു ഉള്ളി അങ്ങനെ ഡിസൈൻ ചെയ്ത ലോഗോ ട്രയാങ്കിൾ കണ്ണു. സ്വന്തം പട്ടിനെ പട്ടണക്ക് ഇടുവാട്ടോ. ബ്രാൻഡ് എങ്ങനെ? ബ്രാൻഡല്ല, ബ്രീഡ്. ഞാനിപ്പോ അയാളെ സ്വപ്നം കാണാനൊക്കെ തുടങ്ങി. അത് ഡാർക്കാണ്. നീയൊക്കെ വന്നോ നാളെ പ്രേമിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഇവൻ പറഞ്ഞ ശരിയാണേ ഉണ്ടല്ലോ, ഒരു ഷോർട്ട് ഗൺ എടുത്ത് ഇങ്ങനെ 2 വെടി. ചുമ്മാ എനിക്ക് മനസ്സിലായ കാര്യം വെച്ചിട്ട് രഞ്ജിത്ത് സാറാണ് നമ്മുടെ കോളേജിലെ ഏറ്റവും പൊളി സാറ്. ചുരുക്കി പറഞ്ഞ അക്ഷരം തെറ്റാണ് സാറെന്ന് വിളിക്കാം. പിന്നെ ഇവൻ പറഞ്ഞ പോലെ കൂടോത്രത്തിനും മന്ത്രവാദത്തിനൊന്നും ഒരു തെളിവില്ല. ഞാൻ വിശ്വസിക്കില്ല കേട്ടോ തോന്നുന്നു. പക്ഷെ അതല്ലടാ, നിങ്ങൾ ആരെങ്കിലും അയാളെ ചിരി ശ്രദ്ധിച്ചിട്ടുണ്ടാ? അയാൾ സാധാ ചിരിയല്ല, ആരും കാണാത്ത സമയത്താണ് ഒരു ചിരി. അതിലെന്തോ ഒരു പന്തിയിടുണ്ട്. എടാ, അയാളുടെ മോട്ടീവ് ഇപ്പോഴാണ് കറക്റ്റായത്. ക്വാളിഫിക്കേഷൻ വെച്ച് ഷാജി സാറ് പോയ അടുത്ത HOD രഞ്ജിത്ത് സാർ എന്ന് അയാൾക്കറിയാലോ. നല്ല മോട്ടീവ്. ഒന്ന് പോയടാ, അവൻ്റെ ഒരു സേതുറാമിയർ CBSE. എടാ, ഇതായടാ മന്ത്രവാദത്തിന്റെ ബിഗിനിങ് സ്റ്റേജ് ആണെങ്കിലോ. ഏത്? എടാ, ഞാൻ നിങ്ങളോടൊക്കെ 1000 തവണ പറഞ്ഞിട്ടുണ്ട് ആ ബാഗ് ശ്രദ്ധിക്കാൻ. ആ ഓജോബോർഡ് പോലത്തെ സാധനം ആ ബാഗിനകത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ ബാഗ് ഫുൾ ടൈം അയാളുടെ കൂടെ തന്നെ ഉണ്ട്. അയാൾ എവിടെ പോയാലും ആ ബാഗ് കൊണ്ടേ പോകത്തുള്ളൂ. അപ്പൊ അതിലെന്തോ ഇല്ലേ? എടാ, അതിവിദഗ്ധമായിട്ട് ആ ബാഗ് അടിച്ച് മാറ്റണം. പോയി എടുത്തോ? വേണ്ട, പിന്നെ വരാം. ഇതിനകത്ത് ഇട്ടാ പോരെ, ആരും കാണത്തില്ല. എന്താണ് പെണ്ണുങ്ങളോട് നിന്നാണോ ഫോട്ടോ എടുക്കുന്നത്? പെണ്ണുങ്ങളോട് നിന്നാണോ ഫോട്ടോ എടുക്കുന്നത്? മെക്കാണല്ലേ? അന്തര അങ്ങനെ ടോക്ക് മെക്കാണെങ്കിൽ ചേട്ടാ വെറുതെ മെക്കാണെങ്കിൽ ചേട്ടൻ ചുമ്മാ പറഞ്ഞാ മെക്കാണെങ്കിൽ എന്താടാ ചേട്ടൻ വെറുതെ പറഞ്ഞേട്ടാ. എന്താ ചോദിക്കാൻ പാടില്ല. ചേട്ടാ, ബാഗല്ലേ പുള്ളി അതേ വെച്ചേ? വായി നോക്കിയിരിക്കാൻ പോയി എടുക്കാം. വരുന്നതിന് മുമ്പേ റംസാദേ, മതി മതി.
ഞാൻ ചായ കുടിച്ചിട്ട് വരാം. സാറിന്റെ ബാഗ് മറന്നു പോയപ്പോ തരാം. താങ്ക്സ്. വെൽക്കം. കണ്ണു തുറന്നു നോക്ക്. നീ എന്താ പറഞ്ഞാ ബ്രേക്കപ്പ് ആയപ്പോ എന്റെ കിളി പോയെന്നല്ലേ? എന്തേ ഇപ്പൊ നിനക്കൊന്നും പറയില്ലേ? എടാ എന്നാലും സാറ് ഇതെങ്ങനെ വർക്ക് ആവണത് അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇത് വെച്ചാ പുള്ളി കൺട്രോൾ ചെയ്യുന്ന. എടാ ഇതിലെന്താ എഴുതിയിട്ടുണ്ട്? അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബോർഡ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാവും തോന്നല്ലേ? കന്നഡ എന്തോ ആന്ന് തോന്നടാ. കന്നഡേ? ഇനി കന്നഡ അറിയാവുന്ന ആളെ എവിടെ ചെന്നപ്പാനെ? കന്നഡ തുളു ലാംഗ്വേജാ? എന്താ എനിക്കറിഞ്ഞോളൂ. ഗേൾഫ്രണ്ടാ? എന്താണ്? പറ്റില്ല പറ്റില്ല പറ്റില്ല, ഞാൻ ചോദിക്കുന്നത് പറ്റില്ല. Kalau orang pasti. നിനക്കുള്ള മുന്നറിയിപ്പാണ്ടത്. എന്റെ പൊന്നു ചെയ്തേ എന്തൊരു കഴിവില്ലാണ്ട് പോയല്ലോടാ. ചുമ്മാ വായി നോക്കാൻ മാത്രം അറിയാം. കുനിഞ്ഞാ നടുവെട്ടി കിടക്കുന്നവനാ. അവനാ ഡാൻസ് ചെയ്യാൻ പോകും. സാരില്ല, ക്ലാസ്സിൽ പോവാം. ഹലോ എടാ, അവനോട് ഞാൻ പറഞ്ഞതാ എനിക്ക് കുറച്ചും കൂടെ സമയം വേണമെന്ന്. ഇത് ഭയങ്കര പെട്ടെന്നാ. അവന്റെ കാര്യം പറയാനാണെങ്കിൽ നീ എന്റെ അടുത്ത് വരണ്ടപ്പോ. അശോ, അത് ഭയങ്കര കഷ്ടായി പോയല്ലോ. പക്ഷെ ഞാൻ വേറൊരു കാര്യം കാണിക്കാൻ വന്നതാണ്. ഇതൊന്ന് നോക്കൂ. എന്തേ ബ്രൈറ്റ്നസ് കുറവാണോ? ഈ അക്ഷരം കന്നഡയാണ്. ഇതെന്തോ തുളുവാണെന്ന് തോന്നുന്നു. ആ തുളുവാണല്ലേ? ചെറിയൊരു സംശയം ലിജോ, എന്തൊരു പൊളി. അല്ലാതെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ട് വന്നാണ്. ഒരു ഡൗട്ട്. അല്ല, ഇവനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണമെന്ന്. ഇതൊക്കെ നിന്നോട് സംസാരിക്കാനുള്ള പുതിയ എക്സ്ക്യൂസാ. അല്ലെങ്കിൽ ഇവർക്ക് ചുമ്മാ ഗൂഗിളിൽ അനുസരിച്ച് നോക്കാറില്ലേ? ഇല്ലടാ, ഇവന്റെ കയ്യിൽ നിന്ന് ഐഡിയ എടുക്കുന്ന അവസ്ഥയാണല്ലോടാ. പഠിക്കടാ. ഗൂഗിൾ പേ നിന്റെ കുടുംബം മൊത്തം എങ്ങനെയാണ്? എന്തായി അക്ഷരങ്ങൾ തേഞ്ഞല്ല, തുളുവിന് സ്ക്രിപ്റ്റ് ഇല്ലടാ. എന്താ ഇത് ബേസിക്കലി ഉണ്ടല്ലോ ഒരു പവിത്ര പുരാതനമായിട്ടുള്ള എന്തോ ഒരു പസില് സോൾവ് ചെയ്യുന്ന പോലെ ഇരിക്കും. പസിലാ? നോക്കട്ടെ. എന്തൊക്കെ പറഞ്ഞാലും പസിൽ തന്നെയല്ലേ? എടാ എനിക്ക് 2 ദിവസം താ, ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഇത് 2 ദിവസം എന്ന് പറഞ്ഞാൽ ഉണ്ടായിച്ചെടുക്കുമല്ലോ. തുള്ളി ഇത്രയും ഡിഫിക്കൽട്ട് ആയിരുന്നാ? പെട്ട്. രഞ്ജിത്ത് സാർ ഇല്ലടാ. രഞ്ജിത്ത് സാർ എന്നാ പിടി. ഇതൊക്കെ എന്ത് 2 ദിവസം എന്ന് പറഞ്ഞിട്ട് 2 ആഴ്ച ആയല്ലോ. കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നിനക്കിപ്പോൾ ഇതിനെപ്പറ്റി എന്തൊക്കെ അറിയാം? എന്തൊക്കെ അറിയാന്നോ? എന്താ മോനെ എനിക്കറിയാത്തായിട്ട് എന്താ ഉള്ളത്? എടാ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടേ ഈ കുട്ടി കുറിച്ച് വെച്ചേക്കണില്ലേ, ഒരു ഗെയിം കളിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. മനസ്സിലായോ? അല്ലടാ ലൂഡോ പോലെ. അല്ല, പക്ഷേ ഈ ലൂഡോ ഒരു പുതിയ ഗെയിമല്ലേ? ഈ ബോർഡ് കണ്ട ഒരു 500 വർഷത്തെ പഴക്കം തോന്നുമല്ലോ. 500 അല്ല, ഒരു 2000 വർഷം പഴക്കെങ്കിലും ഉണ്ടാവും. എടാ പക്ഷേ ഈ ലുഡോ ഒരു പുതിയ ഗെയിം ഒന്നുമല്ല. പച്ചീസ് എന്ന് പറഞ്ഞ ഗെയിമിന്റെ പുതിയ വെർഷനാണ് ലുഡോ. ശകുനിയൊക്കെ മഹാഭാരതത്തിൽ കളിച്ചത് ഇതിന്റെ ഒരു വേറെ വെർഷനാണ്. മഹാഭാരതം നടന്ന എന്താ? എടാ ഓരോ പ്രാവശ്യം പകിടി എറിയുന്നതിന് മുന്നേ നമ്മളൊരു വസ്തു ആദ്യം വെക്കണം. വാദോ എന്ന് വെച്ച് കഴിഞ്ഞാല് ബെറ്റ് വെക്കുന്നത് എല്ലാരും ഒരുപോലെ ആയിരിക്കണം. ഒരുപോലെ എന്ന് പറയുമ്പോ ഒരുപോലെ എന്ന് പറയുമ്പോ ഒരുത്തനെ ഏത് വസ്തുവാണോ ബെറ്റ് വെക്കുന്നത് കൂടെ കളിക്കുന്ന എല്ലാരും ആ വസ്തുവിനെ ബെറ്റ് വെക്കണം. ഓ അങ്ങനെ മനസ്സിലായ? ഇല്ല. എടാ മണ്ട, ഞാൻ പറയുന്ന ആദ്യം വ്യക്തമായിട്ട് കേക്ക്. ഇപ്പൊ ഞാൻ എഗ് പഫ്സ് ആണ് ബെറ്റ് വെക്കുന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ എഗ് പഫ്സ് മാത്രമേ ബെറ്റ് വെക്കാൻ പറ്റൂ. ഇനി ലുഡോ ഗെയിമിലെ പോലെ ഗെയിമിന്റെ ഇടയിൽ ഞാൻ നിന്റെ വെട്ടിക്കഴിഞ്ഞാ നിന്റെ എഗ് പഫ്സ് എനിക്ക് കിട്ടും. എടാ ഇപ്പൊ നടക്കുന്ന ഈ കളിയിൽ രഞ്ജിത്ത് സാറ് ബെറ്റ് വെച്ചിട്ടുള്ളത് ശരീരത്തിന്റെ നിയന്ത്രണമാണ്. അതിന് പറയുന്ന പേരാണ് പരകായ നിയന്ത്രണം. എടാ കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാല് രഞ്ജിത്ത് സാർ തുടങ്ങിയ വെച്ച കളിയിൽ അയാൾക്കെതിരെ നിൽക്കുന്ന ആരുടെ കരു വെട്ടി കഴിഞ്ഞാലും അയാളുടെ ബോഡി കൺട്രോൾ എനി ടൈം രഞ്ജിത്ത് സാറിന് കിട്ടും. അപ്പൊ അങ്ങനെയാണ് ഷായ് സാറിനെ രഞ്ജിത്ത് സാറിനെ കൺട്രോൾ ചെയ്തത്. കാരണം ഷായ് സാർ ഈ കളി കളിച്ചിട്ടില്ലല്ലോ, രഞ്ജിത്ത് സാറിനെ കളിച്ചിട്ടുള്ളൂ. അതിനൊരു കാരണമുണ്ട്. എടാ ഗെയിം കളിക്കാൻ രണ്ടാമതൊരു പ്ലെയർ ഇല്ലെങ്കിൽ അയാളുടെ രക്തമോ മുന്നിലോ ഒരു കരു എടുത്ത് അതിൽ പുരട്ടി കളത്തിലിട്ട് കഴിഞ്ഞാ പിന്നെ അയാൾക്ക് വേണ്ടി ആർക്ക് വേണേ കളിക്കാം. അപ്പൊ ഷാജി സാറിന്റെ പനിനീര് രഞ്ജിത്ത് സാറിന്റെ കയ്യിലുണ്ട്. ആദ്യമായിട്ടല്ലേ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം വരുന്നത്? എടുത്ത് തലേ വെച്ചാലോ? അതിന് ഇയാൾ സൂപ്പർ വില്ലൻ ഒന്നുമല്ല. ഏറിപ്പോയൊരു 4-5 പേരും കൂടെ കൺട്രോൾ ചെയ്യും. 4-5 പറയുന്ന ടെസ്റ്റ് ഡോസ് ആണെങ്കിലോ ഇത് കഴിഞ്ഞാൽ കോളേജ് മൊത്തം കൺട്രോൾ ചെയ്യും.
അത് കഴിഞ്ഞ് കേരളം, അത് കഴിഞ്ഞ് ഇന്ത്യ, പിന്നെ ലോകത്തുള്ള മൊത്തം ആൾക്കാരെ അങ്ങനെ കൺട്രോൾ ചെയ്യും. എന്തോ അവരുടെ അത്ര കഴിവൊന്നുമില്ല എനിക്ക് തോന്നുന്നത്. നിനക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞുതരാം. അങ്ങനെ ജോക്കറാണെങ്കിൽ നമ്മൾ മിനിമം ഒരു ബാറ്റ്മാനെങ്കിലും ആവണ്ടേ. നീയൊന്നുമില്ല, വേണ്ട, ഞാൻ പോയി കയറാൻ പോവാ. നകുലെ വെയിറ്റ്. എടാ അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. എടാ നമ്മളിത് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ രഞ്ജിത്ത് സാർ ഇതേ പരിപാടി പിന്നെയും തുടരും. എന്തായാലും നമ്മൾ തുടങ്ങി, ഇനിയിപ്പോ തീർക്കാം. അല്ല എന്താ ചെയ്യാൻ പോണ്? ആദ്യം അയാളുടെ പോലത്തെ ഒരു ബാഗ് ഒപ്പിക്കണം. എല്ലാവരും സൂപ്പർ ഹീറോ സൂപ്പർ ഹീറോ ടീഷർട്ട് ഫ്ലാഷ് ഒരു ബാറ്റ്മാൻ ഫ്ലാഷ്. ഗുഡ് മോർണിംഗ്. നൈസ് ഡേ. കളർ பண்ணிட்டு அவங்களோட ஒரு green color t-shirt ஷர்ட் போட்டு ஜோக்கர் ഓക്കെ അപ്പൊ കഴിച്ചോ എല്ലാവരും? അപ്പൊ നമ്മൾ തുടങ്ങുമല്ലേ? ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയാലോ എല്ലാവർക്കും. എടാ ഫ്യൂസ് ഒന്നുമില്ല ഇവിടെ. അത് വേണ്ട, കോളേജ് അടിച്ചു എവിടെയൊക്കെ പിടിച്ചു വലിക്കാം. ഈ കാർത്തിക തിരുനാൾ കോളേജ് വളരെ വെൽ എക്യുപ്ഡായ അൾട്രാ മോഡേൺ ടെക്നോളജി ഉള്ള. എന്തായി ഇരുട്ടായാ? ഇല്ലേ. ഭൂഗോളത്തിന്റെ സ്പന്ദനം ഇനി അങ്ങോട്ട് കണക്കിലല്ല, കറണ്ടിലാണ്. ഒരു മിനിറ്റ്. ഇപ്പഴാ ഇല്ലടാ പോത്തെ. ഇതിലെന്തായാലും പോവും. ഉണ്ട പോയി. പോയില്ലേ? ഇറങ്ങട്ടെ. അതെ, പച്ചിലെ കളഞ്ഞിട്ട് പോകും. അതെ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിനക്ക്? ഇത്രയും വിളിച്ചതില്ല, നാട്ടുകാർ മൊത്തം കാണും. എനിക്ക് ഇരുട്ട് വേണം. ഞാൻ പോരാ. സാർ വന്നാൽ സ്വിച്ച് ഇട്ട കറണ്ട് ബാക്കി നോക്കണം. ഷോർട്ട് സർക്യൂട്ട്. ഈ ടീഷർട്ടിന് ഇരുട്ടത്ത് തിളക്കമുണ്ടോ എന്നൊരു സംശയം. നെഞ്ചത്ത് ടോർച്ച് വെച്ചിട്ടാണോ നീ ഇരുട്ടോണ്ടൊക്കെ നടന്നത്? സോറി, ഞാനിങ്ങനെ ഈ അല്ല ഒന്നും ചേട്ടാ, ഞാൻ ചെയ്തോളാം. സാറേ ഇതിപ്പോ അടുത്തെങ്ങനെ ശരിയാവോ? എടാ ഇത് 5 മിനിറ്റ് ശരിയാവും. സ്മൂത്തല്ലേ? പൊക്കിയില്ലല്ലോ. സൂപ്പർമാൻ തന്നെ വേണ്ടി വന്നു. ബാറ്റ്മാൻ അത് മറക്കണ്ട. കുറിച്ച് പറയരുത്. സോറി. മറ്റേ ബാഗ് അവിടെ. അത് കാണാൻ വലിയ കുണമില്ലാത്തതുകൊണ്ട് ഞാൻ ലാബിൽ നിന്ന് എടുത്തില്ല. നമ്മുടെ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ തൂക്കൂലേ? അവനും എടുത്തതാ. ഈ ബാഗ് നിന്റെയാണോടാ? അല്ല, സാറിന് മന്ത്രവാദമൊക്കെ നമുക്കറിയാം. മന്ത്രവാദം? അതെന്ത് വാദം? സാറിന് ബോർഡ് നമ്മുടെ കയ്യിലുണ്ട്. സാർ കളി നിർത്തിക്കോ. ഇല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യൂടാ? കളിയറിയാൻ നീയൊക്കെ കയറി വന്ന കാലൻ്റെ കൂട്ടിലാണല്ലോടാ. സാറില്ല, നീയൊക്കെ തന്നെ ആ ബാഗ് എൻ്റെ കൈ കൊണ്ട് തരും. സാറിന് ബോർഡ് കിട്ടില്ല, നമ്മൾ എന്തായാലും നശിപ്പിക്കും. சரி அடிபட்டு இதுல ചെയ്തത് തെറ്റാന്ന് എനിക്ക് ഒരു ദിവസം മനസ്സിലാവും. അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി തരും. അതുവരെ മക്കൾ അത് വെച്ചിട്ട് ലുഡോ കളിച്ചോ. ലുഡോ.
அவர்கிட்ட இருந்தாலும் பவர் இவருக்கு. மூணாவது ஆள் ஒருத்தர் எது சொன்னாங்க, என்ன அது? மூணாவது தானே சுராஜை வந்து பிடிச்சாங்க. இல்லடா, அதை வச்சு கண்ட்ரோல் பண்ண முடியும். ஆனா வந்து ப்ளே பண்றவங்க வந்து பெட்டு வைக்கணும், என்ன ஏதுன்னு பெட்டு வைக்கணும். அப்படி ப்ளே ஆப்போசிட் பெட்டு வச்சு விளையாடலாம். இவனோட பெட்டு எப்படி போச்சு, அதுதான் இப்போ. മെൽവിൻ സാറിന്റെ കാര്യം ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? അങ്ങനെ ഇതേ സിറ്റുവേഷനിൽ ഇയാൾ തീർത്തായിരിക്കും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. എടാ തീർക്കാനാ? നീ എന്തൊക്കെയാടാ ഫ്ലാഷ് എടുത്തിട്ട് ഓടിട്ടായിരുന്നു പറഞ്ഞല്ലേ നീ? ലാബ് വെച്ച് ഇങ്ങനെ എന്തും അങ്ങനെ ചെയ്തെന്നുണ്ട്. എന്ത് അങ്ങനെ കൊല്ലൂടാ, അത് ഉറപ്പാ. റംസാദെ, ഞാൻ എന്തൊക്കെ വന്നാലും ആ ബാഗ് അവിടെ വെച്ച് മറന്നത് ഭയങ്കര മോശമായിപ്പോടാ. ഇനി എന്റെ തലയിലോട്ട് കയറ്റ്. എടാ നീ ഇതൊന്നും അറിയാതെ ബോർഡ് കൊണ്ട് കത്തിച്ചിരുന്നല്ലോ. ലൈഫ് ടൈം മൊത്തം നീ അങ്ങനെ കൺട്രോൾ ജീവിച്ചാണ്. നീ എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്ത് തെറ്റില്ല. നമ്മളിപ്പോ இவருக்கு பதிலாக சுரேஷ் பதிலாக இவர் மாட்டிக்கிட்டாரா பெட்டில்? சூப்பர்மேனுக்கு நன்மையா? கரெக்டாக இதை வச்சு தான் எடுத்திருக்காங்களா தெரியல. ஒரு சாப்டரில் வந்து എനിക്കൊന്ന് സംസാരിക്കണം. லூயிஸ் லைனை வந்து இது பண்ணிடுவான், கடத்தி வச்சுட்டு சூப்பர்மேனுக்கு வந்து கிரிப்டோனைட் புகையை கொடுத்துருவான். அதனால வந்து இதுவாகிடும். அப்போ வந்து ஜோக்கர் வந்து சூப்பர்மேனை ஒரு சீരീஸ் ஃபுல்லாக കൺട്രോൾ பண்ணுவோம். എടാ എനിക്ക് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എന്ത്? എടാ നീ ഞാൻ 2 വേവ് ലെങ്ത് ആണ്, നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവൻട്ടാണല്ലേ അതിനിപ്പോ എന്താ? എല്ലാം അവർ சொல்லி கொடுத்த എടാ നീ നിന്റെ രീതിയിൽ നല്ലൊരുത്തനാ, പക്ഷെ നമ്മൾ രണ്ടുപേരും 2 ലോകത്താ. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും നിനക്കൊരു താല്പര്യമില്ല. ജർമ്മനിയിലേക്ക് പോകും നീ, അവിടെ ഞാൻ ഇവിടെയും. ഈ പ്രശ്നങ്ങളൊക്കെ കൂടാനേ പോകുന്നുള്ളൂ. ഞാൻ ജർമ്മനി പോയായിരുന്ന പ്രശ്നം തീരുമോ? നീ എനിക്ക് വേണ്ടി പോവാതിരുന്ന നിന്റെ ക്യാരക്ടർ ഇല്ലാതാവുന്നത്. എനിക്ക് പ്രശ്നം മനസ്സിലാക്കാൻ 2 ദിവസം എടുത്തുള്ളൂ. ഇത് എന്നെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നുള്ള പേടി കൊണ്ടാണ് ഇത്രയ്ക്ക് നീണ്ടുപോയത്. ഇപ്പൊ പറഞ്ഞല്ലേ, പൊക്കോ നീ പൊക്കോ. பவரே லெக்ஸ் ட்ரூத்தரா? அவர் ஜோக்கர். ஆஹா, டான்ஸ் ஆடுறாரு கூட. എന്താടാ? ഒന്നുമില്ല. எங்க தர பாத்துக்கிறான்? நல்லா நடிச்சிருக்கானா? എപ്പോഴാ കയ്യിൽ നിന്ന് പോകുന്നത് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നിങ്ങളാട്ടോ എന്നെ കൺട്രോൾ ചെയ്യുന്നത്. ഞങ്ങളെ വന്ന് ബ്രേക്കപ്പ് ചെയ്യും. എനിക്ക് പോടായിരുന്നു. കണ്ണാ ഇത് നിർത്താനുള്ള വഴി പറഞ്ഞാടാ. ഞാൻ ആദ്യം പലക തുറക്കാനുള്ള പരിപാടി നോക്കട്ടെ. ഈ രഞ്ജിത്താറിന് ഉറക്കമൊന്നുമില്ലേ? யாருமே தூங்கல. சால்ட்ரிங் ഇതിൽ ഉപ്പിട്ടാലോ? ഓ കുറച്ച് അച്ചാറാക്കണം. വേണ്ടല്ലേ? അയ്യോ അല്ല അത് പ്രശ്നമില്ല. ആര് ചോദിച്ചു കഴിഞ്ഞാലും കളി തീരുമ്പോൾ ബെറ്റ് വെച്ച സാധനങ്ങളെല്ലാം തിരിച്ചു കൊടുക്കണം. അപ്പൊ കളി ഫിനിഷ് ആക്കിയ ഫുൾ റീസെറ്റ്. റീസെറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഒന്നുമില്ല, ഇത് നേരെ ആവും. അതൊന്നും എനിക്കറിയില്ല. ആ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അത് പറഞ്ഞിട്ടോ? பேட்மேன் தான் வந்து அந்த பசில்ஸ் கிரைம் டிடெக்டிவ்லாம் அவர் தான் வந்து டீகோட் பண்ணுகிறாரு. அவர் தான் இது பண்ணுறாருல, அவர் ஸ்டடி பண்ணியிருக்காரு. பிரப் டைம்ல ஸ்டடி சம சிங் பண்ணிருக்காங்களா? சூப்பரா பண்ணிருக்காரு. இதென்ன படத்தை ஆடியன்ஸோட காணும். ஐயா ஐயா வேணா ஐயா வேணா ஐயா. நீங்க என்ன பண்ண காத்திருக்கோம் போச்சு. ஐயோ கோலம் வர போட்டுக்கிறாங்க.
இவர் அடி வாங்க போறாரு நினைக்கிறேன் தெரிஞ்சு. ഇങ്ങോട്ട് വാടാ ഇതെങ്ങനെ ഇന്ന് കളിച്ചു തീർക്കാൻ വാ കുത്തി തുറക്ക്. ജിതിനെ എന്നെ കൊണ്ട് പറ്റണ പോലെയൊക്കെ ഞാൻ തുറക്കാൻ നോക്കി ബോർഡ് ഒരു രക്ഷയില്ല തുറക്കുന്നില്ല. എടാ എനിക്ക് ആ ഇന്റേൺഷിപ്പ് എങ്ങനെയെങ്കിലും വേണോടാ, എടാ നശിപ്പിക്കും. ഓപ്പൺ ആവണ്ടേ, ഞാൻ ട്രൈ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. 2255 ടിപ്പ് ചെയ്താ പാടാവും. അതാ സെറ്റാക്കി സെറ്റ്. 1 2 Jitin, you can start. Good morning, all. The most powerful thing in this world is a human brain, and second most powerful thing is a computer. So my idea is to combine both and create an ecosystem of our body. We have gone through your report. One thing I want to know is that whether the interface will be invasive or not. We can go either way, sir, but the trade-off is data transmission rate. ഓക്കെ ജിതിൻ, നൈസ് പ്രസൻറ്റേഷൻ ബൈ ദ വേ. അപ്പോൾ ഒരാൾ പാരലൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അയാളുടെ തലയിലൊരു ചിപ്പ് വെച്ചിട്ട് അയാളുടെ ബോഡി പാർട്സ് കൺട്രോൾ ചെയ്യാം അല്ലേ? യെസ്. അപ്പം എൻ്റെ ഡൗട്ട്, ഈ ചിപ്പിൻ്റെ കൺട്രോൾ വേറൊരാളുടെ കയ്യിലാണെങ്കിൽ അയാൾക്ക് ഇയാളുടെ ബോഡി പാർട്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് വരില്ലേ? പറയേ. പറ്റും? നോ, നോട്ട് പോസിബിൾ. ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജിതിൻ പറയുന്നത് ആ ബോഡി കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്നാണ്. യെസ് സർ. എന്താ പ്രോജക്റ്റ്? ഉറപ്പാ? ശരി. യു ഗൈസ് ക്യാരി ഓൺ. Jitin, you may please continue. கேமரா ஏதோ பண்ணிட்டானே நீங்கடா. എന്താടാ പാളിടാ രഞ്ജിത്തുണ്ടായി. പാളിയും எப்படிடா வெட்டிச்சு அது? டிஃபால்ட்டா இருக்கு. டிஃபால்ட்டா இருக்குதுங்க. அது அந்த ஸ்டைல் அந்த மாதிரி இது போல ஷார்ப்பா இருக்கும். എടാ அந்த வால்டர் மொண்டு இதுதான் சொல்லிக்கிறாங்களா? அவர் விஷயம் நீங்க பார்க்க முடியும், ஷேர் பண்றாங்க. എടാ ഒന്ന് നോക്കിയടാ, എന്തെങ്കിലും മനസ്സിലാണ്ടോ നോക്കിയേ. എടാ ഇതെൻ്റെ ഡിസൈൻ അല്ല, എൻ്റെ ലോക്കാണ്. അപ്പം ഇതെങ്ങനെ തുറക്കണേ? എടാ ഇതെൻ്റെ കീ ആണ് പുള്ളി ലോക്കറ്റായിട്ട് രഞ്ജിസാറ് കഴുത്തിലിട്ടേക്കണേ. എടാ പുള്ളി ഓരോ തവണ എന്നെ കൺട്രോൾ ചെയ്യുമ്പോൾ പുള്ളി നെഞ്ചത്തോടാറില്ലേ, അത് ആ ലോക്കറ്റ് വെച്ച് എന്നെ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ ആ ലോക്കറ്റ് എടുത്ത് കളഞ്ഞാൽ പോരെ, ആ പ്രശ്നം തീരത്തില്ലേ? അത് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ബോർഡ് തുറക്കാനാണെങ്കിലും ലോക്കറ്റ് നശിപ്പിക്കാനാണെങ്കിലും സാധനം നമ്മുടെ കയ്യിൽ വേണ്ടേ? അതില്ലല്ലോ. ഈ കാണുന്ന എൻഗ്രേവിംഗ് ആണ് ഇതിന്റെ ലോക്ക് ഉറപ്പാണ്. അങ്ങനെയാണ് നമുക്ക് ഇതിന്റെ താക്കോല് 3D പ്രിന്റ് ചെയ്യാൻ പറ്റും. செமையா பண்ணிருக்காங்கல. ബേസിക്കലി நல்லா எல்லாத்தையும் கரெக்ட்டா வச்சிருக்காங்க. ഈ ബോർഡ് കോളേജിലെ CAD ലാബിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങനെ മൊത്തത്തിൽ സ്കാൻ ചെയ്തിട്ട് ഇതിന്റെ കോംപ്ലിമെന്റ് നമുക്ക് 3D പ്രിന്റ് ചെയ്യാം. ഒരു അച്ചു പോലെ മനസ്സിലായ ஃபுல்லா அவங்க ரூல் பாரு, பேட்மேன் இந்த சைடு பாரு, இங்க பாரு கீழ லூஃபி, ஜோரோ, லாட் ஆஃப் திங்ஸ்ல இருக்கு. ஃபுல்லா இந்த பாப் கல்ச்சர் ரெஃபரன்ஸ். നമ്മുടെ ഈ കോളേജ് ഇരിക്കുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, അറിയോ? എന്താ? പണ്ട് ടിപ്പു സുൽത്താനെ കാർത്തിക തിരുനാൾ രാജാവ് മുട്ടുകുത്തിച്ച സ്ഥലം ഇത്. ശരിക്കും? അപ്പൊ ചുരുക്കി പറഞ്ഞാ നമ്മളിപ്പോ ചെന്നേറാൻ പോണത് ഒരു പടക്കളത്തിലേക്കാണല്ലേ? ஆனா அந்த 3D பிரிண்ட் டைலாக் வந்து அந்த இவர் இருந்தார்ல கிரீன் லேண்டன், அவர் சொல்லியிருந்தாரு அவங்க சூப்பரா இருக்கு. ஏன்னா அவரோட பவர். ஆமா இது இம்ப்ரூவ் பண்றதே இல்ல. யார் தெரியும், மேபி அவர் தான் சொல்லிருப்பாரு நினைக்கிறேன். இல்ல இவன் ஃபிளாஷ் CAD ലാബിൽ എത്തിட்டே. ஓ ரைட், வெற்றி ஸ்டார் லேப். CAD லேப் சமானானா சூப்பரா இருக்கு. another important theorem.
എടാ രഞ്ജിത്ത് സാർ നമ്മുടെ മറ്റേ സ്റ്റെപ്പിന്റെ അടുത്ത് തള്ളി മറിച്ചോണ്ട് നിൽപ്പുണ്ട്. എടാ അയാൾ അവിടെ നിന്ന് അനങ്ങിയാ പറയണേ. സ്റ്റാർ ലവ് സംഭവമാടാ. പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളിവിടെ ഒരു ചരിത്രം സൃഷ്ടിക്കുകയാണ്. ആദ്യമായി KTR കോളേജിൽ ജനാധിപത്യത്തിന്റെ തുടക്കം കാലെടുത്തു. ഒരു കാരണവശാലും കേരളത്തിലേക്ക് വരുന്നുണ്ട്. ബാറ്റ്മാൻ ഇത് ലാന്റൺ. നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമ്മളെ മൂത്രമൊഴിക്കാൻ പോണേ ഞങ്ങക്ക്. ഈ പരിപാടി ആയിട്ട് പോയാൽ മതി. ബ്രോ அவன் ஆக்டிங் தானே கன்வின்சிங்காக இருக்கு. 4 பேருமே நல்லா நான் வந்து கண்ட்ரோல் பண்ணுறது சொல்கிறேன், ரியலாக இருக்கு. டைம் ஆகும் மேடம் இதுக்கு. மேலே போயிட்டாங்களா? டெஸ்க்கு பின்னாடி கொஞ்சம் ஒன்றும் கூட ഒരു 5 മിനിറ്റ് പാർട്ടിക്കാരോട് പ്രാന്ത് പിടിച്ച് അമ്മമാരെ തപ്പി നടപ്പുണ്ട്. അവരുടെ ഫ്രണ്ടൊന്നും പോയി കയറരുത്. എടാ അവിടെ രഞ്ജിത്ത് സാറിന്റെ അവസ്ഥ എന്താ? സ്നാപ്പ് കഴിഞ്ഞാൽ താനോസിനെ പോലെ ഒന്നിരിപ്പുണ്ട്. നീ അവിടെ തന്നെ നിന്നോ, പുള്ളി അനങ്ങിയാ പറയണം. சம்ம அந்த ஏன்ஷியண்டான விஷயத்தை டெக்னாலஜி வச்சு എന്താടാ വർക്കായില്ല, പാളി. റംസാദേ, നിന്നെ നല്ല കൂട്ടുകാരനല്ലേ? അനുസരിച്ചിരിക്കും. എടാ എനിക്ക് നീ ഇപ്പൊ ഒരു ഹെൽപ്പ് ചെയ്തേ പറ്റുള്ളൂ. നീ എങ്ങനെയെങ്കിലും രഞ്ജിത്ത് തന്നെ ആ ലോക്കറ്റ് എടുത്തോണ്ട് പോടാ. എടാ പ്ലീസറാ, എനിക്ക് വേണ്ടി പ്ലീസറാ. അയാളെ കൊന്നു കഴിഞ്ഞാ നിനക്ക് എനിക്ക് നാളത്തെ പേരിട്ടോ കേട്ടോ. வந்துட்டாரா இதுல இந்த மெட்ரோ ஹாஸ்பிடல்? ஓ அவரும் செஞ்சிட்டுதா? ലോക്കറ്റ് പുറത്തുണ്ട് ഓടി. ലോക്കറ്റ് എങ്ങനെ കൊണ്ടുപോവാ? ലോക്കറ്റ് എന്തിനാ? അതല്ലേ കൂടോത്ര ബന്ധമായിട്ട് ബന്ധമായിട്ടോ സാറേ ഇവിടെ രഞ്ജിത്ത് സാർ സാറിനും പണി വന്നല്ലേ? ഞാൻ കിട്ടും പണി. തിരിച്ചുള്ള പണി ഒരുമിച്ച് കൊടുത്താലോ? എന്താ പറ്റിയ? അല്ല പേടിക്കണ്ട, സാർ നമ്മുടെ ടീമാ. താക്കോലോ സാർ കീ அது ஓபன் ஆயிடுச்சு ஆல்ரெடி. ஓபன் ஆகல, அது சுத்திச்சு இல்ல, அது சுத்தி இருக்காங்க. உடஞ்ச உடனே திருப்பி ரிட்டர்ன் வந்துச்சு. செம்மையான எடுத்துருக்கு. சூப்பரா சூரஜீவன் சார் பெருசா போச்சாவா? வாரி இருக்கு மம்மி. அந்த லைஃப் எடுப்போம் முக்கிய எக்ஸ்ட்ரா லைஃப். டாய் பாஸ் அது இருக்கு. ஓகே. ஓ இப்போ கேம்ல 3 பேர் இருக்காங்கடா. இன்னும் ஒரு ஆள் தேவை. அவரு வில்லனு, அப்புறம் இவங்க 2 பேர் கூட. രഞ്ജിത്ത് സാറിന് കണ്ടോളാണോ? അതെ, ഇതിന്ന് എങ്ങനെ പുറത്തു കിടക്കാൻ പറ്റുമെന്ന് പറ. സാറേ, സാറ് കളി കളിച്ച് തീർത്താ മതി. കളിയാ? സാർ വാ. இப்போ இவங்க 2 பேரும் வின் ஆனா தான் எஸ்கேப் ஆக முடியுமா? கேம் முடியும்.
ഇപ്പം ഷാജി സാറിന് നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? എടാ അത് നോക്കണ്ട, പെട്ടെന്ന് കളി തീർക്ക്. എടാ നോക്കി സമയം കളയല്ലേ, പെട്ടെന്ന് കളി തീർക്ക്. പഴയ പോലെ എല്ലാം റീസെറ്റ് ആവും. ரெண்டு அதுல ஒண்ணு, அதுல எம்டில வந்து கேம் முடிஞ்சிச்சு நினைக்கிறேன்டா. ജിതിനെ ഡാ ജിതിനെ ഡാ എടാ എന്തുടാ എടാ ജിതിനെ എടാ എടാ എന്നെ ജിതിനെ എടാ എന്താടാ ஐயோ ജിതിനെ എടാ ஒவ்வொருத்தரும் மாறிட்டுதுடா. എണീക്കുന്നടാ. ഇയാള് എടാ എണ്ണ ജിതിനെ ജിതിനെ എന്താടാ இவரு ஜிங்க போயிட்டாரு நினைக்கிறேன். ஐயோ இவரு அதான் இவரு அவரு சம்மலானா ഷാജി ஷாஜி கூடு பஞ்சிச்சு. ജിതിൻ ഷാജി സാറിന്റെ ബോഡിയില്, ഷാജി സാർ രഞ്ജിത്ത് സാറിന്റെ ബോഡിയില്. രഞ്ജിത്ത് അണ്ടി എടാ എനിക്കൊന്നും മനസ്സിലാവണില്ല, എനിക്കറിയില്ല. ஒரு இதுல ஒரு இது இருக்கும்னு நினைக்கிறேன் பிளேசஸ்ல, அதுல ரூல்ஸ்ல பார்த்தா தெரிஞ்சுன்னு நினைக்கிறேன். அவன் போட்ட நம்பர் கரெக்ட் வராங்க. கேஸ் இன்வால்விங் நான் மெட்டீரியலிஸ்டிக் பெட்ஸ் எனி அண்ட் ஆல் கான்சிக்வன்சஸ் ஆர் த பிளேஸ் டிஸ்கவரா கான்சிக்வன்சஸ் ஆர் த ஐயோ